students, welcome to our next class. We have already discussed secondary distribution summary or reapportionment of overhead. Under reapportionment of overhead, there are three methods. First one, direct distribution method. Second one, step method. And third one, reciprocal services method. In this class, we can discuss about step method. Under step method refers to the services rendered by one department to another service department. It also recognizes the service rendered by one service department to another service department. അപ്പോൾ ഈ സ്റ്റെപ്പ് ലാഡർ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റുകൾ കൂടി ചെയ്തിട്ടുള്ള സർവീസുകൾ കൂടി നമ്മളിവിടെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും അവസാനം എങ്ങനെയാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ കോസ്റ്റുകൾ അപ്പോർഷൻമെന്റ് നടത്തുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇവിടെ ഓവർഹെഡ് റീഅപ്പോർഷൻമെന്റ് നടത്തുക. അവസാനം ഈ സർവീസ് ഡിപ്പാർട്ട്മെന്റുകളുടെ എല്ലാം ഓവർഹെഡുകൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അപ്പോർഷൻമെന്റ് ചെയ്യുകയാണ്. ഫസ്റ്റ് ഇവിടെ നമ്മൾ ഓർഡറിൽ എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഇവിടെ എഴുതുക സർവീസ് ഡിപ്പാർട്ട്മെന്റുകളാണ്. ഏറ്റവും കൂടുതൽ സർവീസസ് റെൻഡർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും മുകളിലായിട്ട് എഴുതും. ദെൻ ആഫ്റ്റർ അനദർ അങ്ങനെ നമ്മൾ എഴുതിയിട്ട് ലാസ്റ്റ് ആണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ എഴുതി വെക്കാം. ഹിയർ in this problem, Century Productions Limited has two production departments A and B. രണ്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകളാണ് സെഞ്ചുറി പ്രൊഡക്ഷൻസ് ലിമിറ്റഡിനുള്ളത് A and B. And three service departments, timekeeping, stores and maintenance. There are three service departments are there, timekeeping, stores and maintenance. Following are the expenses as per primary distribution summary for the month of March 2010. 5 ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എ ബി അവരുടെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി നമുക്ക് തന്നിട്ടുണ്ട് 80,000, 50,000. സർവീസ് ഡിപ്പാർട്ട്മെന്റുകൾ 3 ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. ദാറ്റ് ഈസ് 20,000, 30,000 ആൻഡ് 24,000. അങ്ങനെ നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകളുടെയും സർവീസ് ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് following are the information available in respect of the departments. Basis നമുക്ക് തന്നിട്ടുണ്ട്, number of employees തന്നിട്ടുണ്ട്, number of stores തന്നിട്ടുണ്ട്, requisition നമുക്ക് തന്നിട്ടുണ്ട്, machine hours നമുക്ക് തന്നിട്ടുണ്ട്, basis തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഓവർഹെഡ് റീഅപ്പോർഷൻമെന്റ് നടത്തേണ്ടത്? Then first we have to prepare the format. നമ്മൾ ഫോർമാറ്റ് പ്രിപ്പയർ ചെയ്തു. ഫസ്റ്റ് കോളത്തിന് നമ്മൾ കൊടുത്തു ഡിപ്പാർട്ട്മെന്റ് എന്ന് കൊടുത്തു. സെക്കൻഡ് കോളം as per primary distribution, amount as per primary distribution എന്ന് കൊടുത്തു. then 4 amount കോളം നമ്മൾ കൊടുത്തു. 4 amount കോളം നമ്മൾ കൊടുത്തു. ഇവിടെ നമ്മൾ ആദ്യം ഫസ്റ്റ് റെൻഡർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ ഫസ്റ്റ് പ്ലേസ് ദ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്, then after stores, then maintenance. നമ്മൾ പറഞ്ഞില്ലേ 3 സർവീസ് ഡിപ്പാർട്ട്മെന്റുകളാണ് ആദ്യം നമ്മൾ എഴുതിയത്. അതിനുശേഷം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എ ആൻഡ് ബി. ഫസ്റ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്യാൻ പോകുന്നത് റീഅപ്പോർഷൻമെന്റ് ചെയ്യാൻ പോകുന്നത് ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റുകള്. ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റുകള് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കായിട്ട് നമ്മൾ അപ്പോർഷൻമെന്റ് നടത്താൻ പോവാണ്. സോ നമ്മൾ ഫസ്റ്റ് എഴുതി വെക്കാം 20,000. ഈ 20,000 എമൗണ്ട് അതായത് ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർഹെഡ് കോസ്റ്റ് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ അപ്പോർഷൻമെന്റ് നടത്താൻ പോവാണ്, അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ഈ 20,000 ഇവിടെ എക്സോസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ സോ അതിന് നമ്മൾ -20,000 എന്ന് കൊടുക്കാം. -20,000 നേരെ മൈനസ് എന്ന് കൊടുക്കാം. അത് ഡിവൈഡ് ചെയ്യാൻ പോവാണ് നമ്മൾ. ഇനി ഈ എമൗണ്ട് ഉണ്ടാവില്ല. അപ്പൊ 20,000 ഡിവൈഡഡ് ഏത് പ്രൊപ്പോർഷനിലായിരിക്കും ഡിവൈഡ് ചെയ്യുക? The service department is time keeping department. Time keeping department ആയതുകൊണ്ട് ഇത് നമ്പർ ഓഫ് എംപ്ലോയിയുടെ ബേസിൽ വേണം. ടൈം കീപ്പിംഗ് എന്ന് പറയുന്ന നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ ബേസിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ബേസ് പഠിക്കണം, എന്നാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് എംപ്ലോയീസ്. ഇവിടെ നമ്പർ ഓഫ് എംപ്ലോയീസ് വരുന്നത് ടൈം കീപ്പിംഗിൽ 5, സ്റ്റോഴ്സിൽ 10, മെയിൻ്റനൻസ് 5, എയിൽ 10 ആൻഡ് ബിയിൽ 25. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ എമൗണ്ട് ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ടൈം കീപ്പിംഗിന്റെ പ്രൊപ്പോർഷൻ നമ്മൾ എടുക്കണ്ട. ഓക്കെ, ടൈം കീപ്പിംഗിന്റെ പ്രൊപ്പോർഷൻ നമ്മൾ എടുക്കണ്ട. ബാക്കിയുള്ളത് അതായത് സ്റ്റോഴ്സ്, മെയിൻ്റനൻസ് എ ആൻഡ് ബി. സ്റ്റോഴ്സിന്റെ നമ്പർ ഓഫ് എംപ്ലോയീസ് 10 ആണ്, മെയിൻ്റനൻസിന്റെ 5 ആണ്, എയുടെ
10 ആണ് 25. അപ്പൊ നമ്മളുടെ റേഷ്യോ 10:5:10:10:25. 10:5:10:25. നമ്മൾ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിനെ മാത്രം മാറ്റി നിർത്താം. അല്ല സോറി, ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനെ മാത്രം മാറ്റി നിർത്താം. കാരണം ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ എമൗണ്ട് ആണ് മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അവരുടെ മാത്രം പ്രൊപ്പോർഷൻ മാറ്റി നിർത്താം. എന്നിട്ട് 10:5:10:10:25 ആ എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഈ 20,000 ആ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 10:5:10:10:25 റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിന് കിട്ടുക 4,000, മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റിന് കിട്ടുക 2,000, അഗൈൻ എക്ക് കിട്ടുന്നത് 4,000, ദെൻ ബിക്ക് കിട്ടുന്നത് 10,000. നമ്മൾ ആ റേഷ്യോയില് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മളുടെ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓൾ ഓവർഹെഡ് കോസ്റ്റ് ആർ അപ്പോർഷൻഡ് ഇൻ ദ അപ്പോർഷൻഡ് ഇൻ ദ ഫോളോയിങ് ഡിപ്പാർട്ട്മെന്റ്സ്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇടയിലായിട്ട് അത് ഡിവൈഡ് ചെയ്ത് കഴിയും. ഇനി നമ്മൾ അടുത്ത ഡിപ്പാർട്ട്മെന്റ് എടുക്കാം. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞത് കൊണ്ട് ഇതിന്റെ ഇടയിൽ നമ്മൾ ഒരു വര വരയ്ക്കാം. സ്റ്റെപ്പ് ലാഡർ മെത്തേഡാണ്. ആ 20,000 നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിന് ഇപ്പോ എത്ര ഓവർഹെഡ് ഉണ്ട്? സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ദേ ഹാവ് ഓൾറെഡി 30,000 ആസ് ഓവർഹെഡ് അല്ലെ. സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രമായിട്ട് 30,000 ഉണ്ട്. ഇപ്പോ ടൈം കീപ്പിംഗിൽ നിന്ന് ഒരു 4,000 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര ഓവർഹെഡ് ഉണ്ട് ഇപ്പോ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്? 34,000. അപ്പൊ ഇനി സ്റ്റോഴ്സിന്റെ ഓവർഹെഡ് ആണ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്. സോ -34,000 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിന് എക്സോസ്റ്റ് ചെയ്ത് പോകും. അപ്പൊ അതുകൊണ്ട് അതിനകത്തൊന്നും ഉണ്ടാവില്ല. ദെൻ 34,000 മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റിനും എക്കും ബിക്കും ഇടയിൽ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. സ്റ്റോഴ്സ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ബേസിസ് നമ്പർ ഓഫ് സ്റ്റോഴ്സ് റിക്വിസിഷൻ ഇവിടെ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് സ്റ്റോഴ്സ് റിക്വിസിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. മെയിന്റനൻസിന് 18 ആണ്. എ ഡിപ്പാർട്ട്മെന്റിന് 72 ആണ്. ബി ഡിപ്പാർട്ട്മെന്റിന് 165 ആണ്. ആ റേഷ്യോയിൽ വേണം ഡിവൈഡ് ചെയ്യാൻ. 18:72:165 എന്നുള്ള പ്രപ്പോർഷനില് 34,000 ഫുൾ അപ്പോർഷൻമെന്റ് നമ്മൾ നടത്തണം എമംഗ് മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ് എ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ബി. ദ എമൗണ്ട് വിൽ ബി 2,400, 9,600 and 22,000. നമ്മളുടെ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ എമൗണ്ട് ഫുൾ അപ്പോർഷൻമെന്റ് നടത്തിയ എമംഗ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. ദെൻ നമുക്ക് മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ് കൂടി ഉണ്ട് അല്ലെ. സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ബേസിസ് വരുന്നത് മെഷീൻ അവേഴ്സ് ആണ്. മെയിന്റനൻസ് എന്ന് പറഞ്ഞാൽ മെഷീന്റെ മെയിന്റനൻസ് ഒക്കെയാണ്. സോ മെഷീൻ അവേഴ്സ് ആണ് ബേസിസ്. അപ്പൊ മെയിന്റനൻസിന് ഇപ്പൊ എത്ര ഓവർഹെഡ് ഉണ്ട്? അതിന് സ്വന്തമായിട്ട് 24,000 ഉണ്ട്. നമ്മളുടെ ടൈം കീപ്പിംഗിൽ നിന്ന് 2,000 കിട്ടിയിട്ടുണ്ട്. ആൻഡ് സ്റ്റോഴ്സിൽ നിന്ന് 2,400 കിട്ടിയിട്ടുണ്ട്. അപ്പൊ മൊത്തം എത്ര എക്സ്പെൻസസ് ഇനി ഓവർഹെഡ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? മെയിന്റനൻസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. 24,000 പ്ലസ് 2,000 പ്ലസ് 2,400 ദാറ്റ് ഈസ് 28,400. 28,400 ആണ് ഇനി എക്കും ബിക്കുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് ഓൺ ദ ബേസിസ് ഓഫ് മെഷീൻ അവേഴ്സ്. മെഷീൻ അവേഴ്സ് എന്ന് പറയുന്നത് 350:360 350:360 എന്നുള്ള പ്രൊപ്പോർഷനിലാണ് നമ്മൾ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. -28,400 നമ്മൾ അപ്പോർഷൻമെന്റ് നടത്തണം. അപ്പോർഷൻമെന്റ് നടത്തുമ്പോൾ 14,000 എക്കും 14,400 ബിക്കുമായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നു. 14,000 ഫോർ എ ആൻഡ് 14,400 ഫോർ ബി. ഇപ്പൊ നമ്മള് എല്ലാം കഴിയുമ്പോൾ നമ്മൾ അതിന് അതായത് സ്റ്റെപ്പ് വരച്ചിടുക കേട്ടോ. ഈ 28,400 നമ്മൾ അലോക്കേറ്റ് ചെയ്തു പോയി. അപ്പൊ 24,8,400ന്റെ അടിയിലും നമ്മളൊരു ലൈൻ വരച്ചു. ഇത്രയൊക്കെ നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ 20,000 അതായത് സ്റ്റോഴ്സിന്റെ ടൈം കീപ്പിംഗിന്റെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. സ്റ്റോഴ്സിന്റെ 34,000 ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. മെയിന്റനൻസിന്റെ 28,400 ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു.
അപ്പൊ ഇനി നമ്മൾ എയുടെയും ബിയുടെയും കൂടി ബാക്കി ഇപ്പൊ എക്കും ബിക്കും എത്ര ടോട്ടൽ ഓവർ ഹെഡ് വരുന്നുണ്ട്, എയുടെ ഈ 4 കോളങ്ങൾ ആഡ് ചെയ്യുക. 80,000 പ്ലസ് 4,000 പ്ലസ് 9,600 പ്ലസ് 14,000. അങ്ങനെ എക്ക് വരുന്നത് 1,07,600. എക്ക് വരുന്നത് 1,07,600. ബിക്ക് വരുന്നത് 96,400. 96,400. ബിക്ക് ബിയുടെ സ്വന്തമായിട്ട് 50,000, ടൈം കീപ്പിംഗിൽ നിന്ന് 10,000, സ്റ്റോഴ്സിൽ നിന്ന് 22,000, മെയിൻ്റനൻസിൽ നിന്ന് എല്ലാത്തിനും കൂടിയായിട്ട് അവർക്ക് ടോട്ടൽ വരുന്നതാണ് 96,400. Then we can total. നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും ഇപ്പൊ എക്കും ബിക്കുമുള്ള ഓവർ ഹെഡുകളും ടോട്ടൽ ആയിരിക്കണം. ഇത് നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ കോളം ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ 2,04,000 വന്നിട്ടുണ്ട്. 2,04,000. ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോഴും ബാക്കി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ കോസ്റ്റും അക്യുമുലേറ്റ് ചെയ്തതിനു ശേഷം ആഡ് ചെയ്യുമ്പോഴും സെയിം ഫിഗർ തന്നെ വരണം, 2,04,000. Okay, thank you.